നല്ല സിനിമയായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ ഞങ്ങളെ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് റിയായിഷ് നല്ലൊരു കഥാപാത്രം ചെയ്തു. നല്ല സുഹൃത്തുക്കൾ അണിനിരുന്നൊരു സിനിമയാണ്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സസ്പെൻസ് മൂവിയാണ്. താങ്ക് യു. നല്ല മൂവി. നിങ്ങളെല്ലാം കണ്ടില്ലേ? നല്ലൊരു ഫീൽ ഗുഡ് മൂവി. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണുക. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എല്ലാവരെയും ബിഗ് സ്ക്രീനിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ബിബിൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബിബിൻ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. റിയയുടെ ഒക്കെ നല്ല ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. റിയയും ബിബിനുമായിട്ടുള്ള കുറച്ച് നല്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഫോട്ടോഗ്രാഫി എൻജോയ് ചെയ്തു. അടിപൊളി. നല്ല ട്വിസ്റ്റിൻ്റെ ഇടയ്ക്ക് അടിപൊളി പറയാതെ പറ്റില്ല. ഭയങ്കര സൂപ്പറായിട്ട് ഒരു രക്ഷയില്ല. ഫീൽ ഗുഡ് ആണോ ത്രില്ലർ ആണോ? ഫീൽ ഗുഡ് മൂവിയാ. എല്ലാം കൂടെ ഒരു മിക്സ്. കൊള്ളാം. നല്ല യെസ്. സോങ്സും അടിപൊളി കേട്ടോ. സൂപ്പറായിട്ട് നല്ല ഫസ്റ്റ് ഡേ എല്ലാവരും നല്ലതാണല്ലോ പറയുക. അതെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കുള്ളത് എങ്ങനെയാണെന്നുള്ളത് പതുക്കെ അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ പേഴ്സണലി ഹാപ്പിയാണ്. ഇവരെല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, പടവും നല്ല രസമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രോജക്റ്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു പുതുമ. നമ്മൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു യാത്ര പോകുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. പ്രത്യേകിച്ച് പാട്ടുകളിലൂടെയുള്ള പോകുന്നത്. അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. വേറെ ഒന്നിനുമല്ല, മഴ മാറ്റി തന്നു. കാരണം ഞങ്ങൾ 2 മാസമായിട്ട് കൂടലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഓടി നടന്നിട്ട് അവസാനം ലാസ്റ്റ് ഡേ മഴ ആയിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ ഓഫായിരുന്നു. വിഷമമായിരുന്നു എനിക്ക്. പക്ഷേ ഇന്ന് തെളിഞ്ഞ ആകാശം, ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലത്ത് അപ്പോൾ ദൈവം കൂടെ ഉണ്ടാ. അതിന് ദൈവത്തിന് നന്ദി അല്ലേ. വലിയ ചിത്രങ്ങൾ സത്യം, അതും വലിയ കാര്യമായി. അപ്പോൾ ഇപ്പം നിങ്ങൾ പോലും ഇപ്പം വേറെ ഒരു പടം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടായേനെ. നീ പോകില്ല. അത് 2 സൂപ്പർ സ്റ്റാറുടെ പടത്തിനടക്കാണ് ഞങ്ങൾ പെട്ടത്. അതെ. പക്ഷേ ദൈവം അനുഗ്രഹിച്ചിട്ട് നന്നായി വന്നിട്ടുണ്ട് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ അവനവൻ്റെ പടത്തിനെ പറ്റി പറയണതിൽ വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം പറയാത്തത്. ബാക്കി എല്ലാവരോടും നിങ്ങൾ എടുത്തോ, എന്നെ വിട്ടേക്ക്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് രണ്ട് ഷെഡ്യൂളായിരുന്നു അല്ലേ. അപ്പം ഇവരുടെ പോർഷൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുണ്ട്. ലൈക്ക് അത് കോയമ്പത്തൂർ ഷെഡ്യൂൾ ആവശ്യം. അതിന് മുമ്പുള്ളത് അട്ടപ്പാടി എന്നുള്ള സീൻസൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് കാണുന്ന പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് അതിന് ഒട്ടും ലാഗ് അടിച്ചില്ല. ആൻഡ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ക്യാമ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണണം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം. ഞങ്ങൾക്ക് വേണ്ടി മഴ വരെ മാറി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ നേരിട്ട് വന്ന് സിനിമ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച്. നന്നായി ചെയ്തു. നമുക്ക് അഭിപ്രായം പറയുന്നതിന് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാണുക, ജനുവനായിട്ട് എന്താ തോന്നുന്നു അതറിയാം. താങ്ക് യു. പടം ഒന്നും പറയാനില്ല. സൂപ്പർ പടം. ഷാഫി എപ്പിക്കാടാണ്. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് തോന്നുന്നു. ഷാഫി എപ്പിക്കാടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. കൂടാതെ ഷാഫി കൂട്ടുകെട്ടിൽ പുതിയൊരു സിനിമയാണ്. കൂടാതെ ഇതിൻ്റെ DOP പ്രത്യേകിച്ച് എടുത്ത് പറയണം, സജീർ കൊപ്പ. പുള്ളി ബോളിവുഡിൽ ഈവൻ്റൊക്കെ വീഡിയോ എടുത്ത് കിടന്ന ആളാണ്. പുള്ളി ആദ്യമായിട്ടാണ് സിനിമ. അത് ഇതിന് തിരിച്ചറിയില്ല. പ്രത്യേകം അനുമോദിക്കണം സജീർ കൊപ്പല. അതിൻ്റെ വിഷ്വലൊക്കെ എടുത്തത്. പിന്നെ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകല്യം മറന്ന് തകർത്ത് അഭിനയിക്കുകയാണ് നമ്മളെ ബിബിൻ ജോർജ്. ഒന്നും പറയാനില്ല. നല്ല കഥാപാത്രം. പിന്നെ കൂടാതെ ഒരു ട്രാൻസ്ഫോർമറിനെ അഭിനയിച്ചത്. പിന്നെ കൂടാതെ അവരെ കൂട്ടത്തിലുള്ളത് തകർത്ത് അഭിനയിക്കാൻ എല്ലാവരും കളിക്കിയിട്ടുണ്ട്. നല്ല സ്റ്റോറി, നല്ല മേക്കിങ്. ഒന്നും പറയാനില്ല. സൂപ്പർ പടമാണ്. ഇമോഷണലായി പോയി. ഒരുപാട് സന്തോഷം. ബാക്കിയൊക്കെ കണ്ടിട്ട് എല്ലാവരും പറയട്ടെ. നല്ല രസമുള്ള വിഷ്വലൈസേഷനാണ്. ഷജീർ കൊപ്പ സാറിൻ്റെ മികച്ച പെർഫോമൻസാണ്. പിന്നെ ഷാനുക്ക, ഷാഫിക്ക രണ്ടുപേരുടെയും ലൈഫിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസാണ്. എനിക്കും വലിയൊരു അവസരം കിട്ടി. എൻ്റെ പേര് സത്യൻ ചെറുപ്പശ്ശേരി. ഈ പടത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്.